الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا മുഹമ്മദ്. കുഞ്ഞു മക്കളെ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? കൈഫ ഹാലുക്കും? അൽഹംദുലില്ലാഹ് ഖൈർ. സുഖല്ലേ? കഴിഞ്ഞ പാഠങ്ങളിലെ വർക്കും എല്ലാവരും എഴുതിയോ? പൂർത്തിയാക്കിയോ? മാഷാ അല്ലാഹ്. 2ാം ക്ലാസ്സിലെ കുട്ടികൾ നല്ല കുട്ടികളാണ്. എല്ലാ പാഠഭാഗങ്ങളും നന്നായി പഠിക്കും, വർക്കൊക്കെ എഴുതും. നല്ല കുട്ടികളാണല്ലേ? അല്ലാഹു തആല നമ്മെ നന്നാക്കി തരട്ടെ. ആമീൻ. ഇന്ന് നമുക്ക് ഒരു പുതിയ പാഠം തവക്കൽതു അലല്ലാഹ് എന്ന പാഠത്തിലേക്ക് പ്രവേശിക്കാം. തവക്കൽതു അലല്ലാഹ്, ഞാൻ എല്ലാം അള്ളാഹുവിൽ സമർപ്പിക്കുന്നു. അല്ലാഹ്, നമ്മുടെ ഇലാഹായ അള്ളാഹു. അള്ളാഹുവിനെയല്ലേ നമ്മൾ ആരാധിക്കുന്നത്? നമ്മൾ നിസ്കരിക്കുന്നു, നോമ്പനുഷ്ഠിക്കുന്നു, ഖുർആൻ പാരായണം ചെയ്യുന്നു. ഇതൊക്കെ അള്ളാഹുവിന് വേണ്ടി അല്ലേ? ആ അള്ളാഹുവിലാണ് നമുക്ക് എല്ലാം അർപ്പിക്കാനുള്ളത്. അവനല്ലേ എല്ലാ സഹായവും തരുന്നവൻ. അവനല്ലേ നമ്മെ പോറ്റി വളർത്തുന്നവൻ. അവനല്ലേ നമുക്ക് സംരക്ഷണം നൽകുന്നവൻ. അവനല്ലേ എല്ലാം കാണുന്നവൻ, കേൾക്കുന്നവൻ, അറിയുന്നവൻ അല്ലേ? ആ അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത നമുക്ക് എല്ലാ സന്ദർഭങ്ങളിലും ഉണ്ടാകണം. ഇന്ന് എഴുന്നേറ്റപ്പോൾ ചൊല്ലിയോ അൽഹംദുലില്ലാഹ്? ഉറക്കിൽ നിന്ന് എഴുന്നേറ്റാൽ പറയണ്ടേ അൽഹംദുലില്ലാഹ്? പറയണ്ടേ? ചായ കുടിച്ചപ്പോൾ ബിസ്മി ചൊല്ലിയോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഭക്ഷണം കഴിച്ചപ്പോൾ ചൊല്ലിയോ അൽഹംദുലില്ലാഹ്? മറന്നില്ലല്ലോ. അള്ളാഹുവിനെ നമ്മൾ എല്ലാ സമയത്തും ഓർക്കണം. നമുക്കിന്ന് ഒരു കഥ പറയാനുണ്ട്. എന്താ കഥ? അബ്ദുറഹീം ഉപ്പയുടെ കൂടെ സിയാറത്ത് ടൂർ പോയ കഥയാണ് പറയാനുള്ളത്. അബ്ദുറഹീം നല്ല കുട്ടിയാണ്. സിയാറത്ത് ടൂറിന് ഭയങ്കര ഇഷ്ടമാണ്. ടൂർ പോകാൻ ഇഷ്ടമല്ലേ എല്ലാ കുട്ടികൾക്കും? നാട് കാണാൻ അല്ലേ? മറ്റ് പല അത്ഭുതങ്ങൾ കാണാൻ, പല പ്രദേശങ്ങളും കാണാൻ ആഗ്രഹമില്ലേ? അബ്ദുറഹീം നല്ല ആഗ്രഹമുള്ള ആളാണ്. ഉപ്പയോ അബ്ദുറഹീമിനെ ഇങ്ങനെ കൊണ്ടുപോകും. എവിടേക്കാണ് കൊണ്ടുപോവുക? നല്ല സ്ഥലങ്ങളിലേക്കാണ് കൊണ്ടുപോവുക. മഹാന്മാരുടെ മഖബറകളിലേക്ക് യാത്ര ചെയ്യുന്ന ആളാണ് അബ്ദുറഹീമിൻ്റെ ഉപ്പ. അബ്ദുറഹീമിൻ്റെ ഉപ്പ ഇങ്ങനെ സിയാറത്ത് യാത്ര ചെയ്യാറുണ്ട്. പല ഔലിയാക്കന്മാരുടെയും മഖാമുകളിൽ സിയാറത്ത് ചെയ്യുന്ന ആളാണ് ആര്? അബ്ദുറഹീമിൻ്റെ ഉപ്പ. അബ്ദുറഹീമിന് വലിയ ആഗ്രഹമുണ്ട് ഇങ്ങനെ ഉപ്പാൻ്റെ കൂടെ പോകാൻ. ഒരു ദിവസം ഉപ്പ പറഞ്ഞു, മോനെ നമുക്ക് പോകണം, നിന്നെ കൊണ്ടുപോകും, നിന്നെ ഏർവാടി കൊണ്ടുപോകും, നാഗൂരിൽ കൊണ്ടുപോകും. അവിടെയൊക്കെ എന്താണ്? അവിടെയൊക്കെ വലിയ വലിയ മഹാന്മാരായ ഔലിയാക്കന്മാർ വിശ്രമിക്കുന്ന സ്ഥലങ്ങളാണ്. അവരുടെ മക്ബറയുള്ള സ്ഥലമാണ്. അവിടെയൊക്കെ നിന്നെ കൊണ്ടുപോകും ഉപ്പ പറഞ്ഞിട്ടുണ്ട്.
പിന്നെയോ മൃഗശാല കാണിക്കും. എന്താ മൃഗശാല? കുറേ മൃഗങ്ങളെ കാണാം അവിടെ പോയാൽ. പിന്നെ ബീച്ചിൽ കൊണ്ടുപോകും, കടൽ തീരത്ത് പോയി തിരകളെയൊക്കെ കാണാൻ എന്ത് രസമാണ്. ഇതൊക്കെ കാണാൻ കൊണ്ടുപോകും എന്ന് ഉപ്പ പറഞ്ഞിട്ടുണ്ട്. അബ്ദുറഹീം വലിയ ആവേശത്തിലാണ്. എന്നാണത്? അങ്ങനെ അബ്ദുറഹീമിനോട് പറഞ്ഞ ഉപ്പ, നമുക്ക് പോകണം, വ്യാഴാഴ്ച നമുക്ക് പോകണം. വലിയ സന്തോഷമായി അബ്ദുറഹീമിന്, വലിയ സന്തോഷം. ഉപ്പ കൊണ്ടുപോകാണല്ലോ, സിയാറത്ത് ടൂറാണല്ലോ, എന്തൊക്കെ കാണാം, എന്തൊക്കെ അനുഭവിക്കാം. അങ്ങനെ അതാ വ്യാഴാഴ്ചയാകുന്നു. വ്യാഴാഴ്ച നേരത്തെ ഉണർന്നു അബ്ദുറഹീം അങ്ങനെയാണ്, എല്ലാ ദിവസവും നേരത്തെ ഉണരും. നല്ല കുട്ടിയാണ്. നേരത്തെ ഉണരണമെങ്കിൽ നേരത്തെ ഉറങ്ങണം. കുറേ വൈകി ഉറങ്ങാറുണ്ടോ നിങ്ങൾ? അങ്ങനെ ചെയ്യരുത്. പാതിരാത്രി വരെ എന്തെങ്കിലും കണ്ടുകൊണ്ടിരിക്കുക, എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുക, എന്തെങ്കിലും കളിച്ചുകൊണ്ടിരിക്കുക, അങ്ങനെ കുറേ വൈകി ഉറങ്ങുക. എന്നിട്ട് രാവിലെ നേരത്തെ എഴുന്നേൽക്കാതെ കുറേ വൈകി എഴുന്നേൽക്കുക. അങ്ങനെയുള്ള കുട്ടികൾ ചീത്ത കുട്ടികളാണ്. അങ്ങനെയുള്ള കുട്ടികൾ നമ്മുടെ ക്ലാസ്സിൽ ഇല്ലല്ലോ. ഇല്ല, നമ്മുടെ ക്ലാസ്സിലൊക്കെ കുട്ടികൾ നേരത്തെ ഉറങ്ങും, നേരത്തെ ഉണരും. അസ്സലാത്തു ഖൈറും മിനൻ നൗം. അതപ്പോഴാണ് കേൾക്കുക? സുബഹിക്ക് അല്ലേ? പുലർച്ചെ മസ്ജിദിൽ നിന്ന് കേൾക്കും. അത് കേൾക്കുമ്പോഴേക്ക് എണീക്കണം, അത് കേൾക്കുമ്പോഴേക്ക് എഴുന്നേൽക്കണം, പിന്നെ ഉറങ്ങരുത്. അബ്ദുറഹീം വ്യാഴാഴ്ച എഴുന്നേറ്റു, നേരത്തെ എഴുന്നേറ്റു. വലിയ ആവേശത്തിലാണ് അബ്ദുറഹീം. എന്താണ് ആവേശം? ഇന്ന് സിയാറത്ത് പോവുകയാണ്, ഉപ്പയുടെ കൂടെ സിയാറത്ത് പോവുകയാണ്. അബ്ദുറഹീം മാത്രമാണോ? അല്ല, അബ്ദുറഹീമിൻ്റെ ഉമ്മയുണ്ട്, കാക്കയുണ്ട്, താത്തണ്ട്, ചെറിയ അനിയനുണ്ട്. ഇവർ എല്ലാവരും കൂടെ ഒന്നിച്ചുള്ളൊരു യാത്രയാണ് സിയാറത്ത് ടൂർ. എന്തായിരിക്കും രസം. അവർ പോകാൻ ഒരുങ്ങാണ്. അവർ കുളിച്ചു വൃത്തിയായി പോകാൻ നല്ല വസ്ത്രമൊക്കെ ധരിച്ചു, അണിഞ്ഞൊരുങ്ങി കൊലായിലേക്ക് അവർ വന്നു. എന്നിട്ടെന്താ ചെയ്യുന്ന? ഒരു ദുആ. ഒരു യാത്ര പോകുമ്പോൾ ഒരു പ്രത്യേക പ്രാർത്ഥന വേണം. നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ, ഉപ്പ ഗൾഫിലേക്ക് പോകുമ്പോൾ, കാക്ക ഗൾഫിലേക്ക് പോകുമ്പോൾ, ഉംറക്ക് പോകുമ്പോൾ ഒക്കെ ഉണ്ടാവാറില്ലേ? അതെ. ഇങ്ങനെ യാത്ര പോകുമ്പോൾ നമ്മുടെ വീട്ടിൽ ഒരു ദുആ ഒക്കെ നമ്മുടെ വീട്ടിൽ വെച്ച് എല്ലാവരും കൂടിയിരുന്ന് ഫാത്തിഹ ഓതി, ഖുർആനൊക്കെ ഓതി ദുആ ചെയ്തിട്ടാണ് പോവുക. അബ്ദുറഹീമിൻ്റെ ഉപ്പ എല്ലാവരെയും വിളിച്ചു ഒന്നിച്ചിരുത്തി. എന്നിട്ട് അബ്ദുറഹീമിൻ്റെ ഉപ്പ ദുആ ചെയ്തു. എന്നിട്ട് മുമ്പിൽ അബ്ദുറഹീമിൻ്റെ ഉപ്പ ഇറങ്ങുകയാണ്. ഇടത് കാൽ പുറത്തേക്ക് എടുത്തു വെച്ചാണ് വീട്ടിൽ നിന്ന് അബ്ദുറഹീമിൻ്റെ ഉപ്പ ഇറങ്ങുന്നത്. എല്ലാവരോടും പറഞ്ഞു, ഉപ്പ എല്ലാവരും ഇറങ്ങൂ, ഇടത് കാൽ എടുത്തു വെച്ച് ഇറങ്ങണേ. അങ്ങനെ ഇറങ്ങേണ്ടത്. ഇങ്ങനെ ഇടത് കാല് വെച്ച് പ്രവേശിക്കേണ്ട സ്ഥലങ്ങൾ വേറെയുണ്ട് അല്ലേ? അങ്ങാടിയിലേക്ക് ഒരാൾ പ്രവേശിക്കുകയാണെങ്കിൽ ഇടത് കാല് വെച്ചാണ് അങ്ങാടിയിലേക്ക് പ്രവേശിക്കേണ്ടത്. ശുചിമുറിയിലേക്ക് പോവുകയാണെങ്കിലോ, ബാത്റൂമിലേക്ക്, ടോയ്ലറ്റിലേക്ക് പോവുകയാണെങ്കിലോ ഏത് കാലാണ് വെക്കേണ്ടത്? ഇടത് കാലാണ് വെക്കേണ്ടത്. ഇങ്ങനെ ഓരോ കാര്യങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഇടത് കാല് മുന്തിക്കേണ്ടതുണ്ട്, ഇടത് കൈ മുന്തിക്കേണ്ടതുണ്ട്, വലത് കൈ മുന്തിക്കേണ്ടതുണ്ട്, വലത് കാല് മുന്തിക്കേണ്ടതുണ്ട്. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടത്. അബ്ദുറഹീമിൻ്റെ ഉപ്പ മുറ്റത്തേക്ക് ഇറങ്ങി, ഇടത് കാലെടുത്ത് വെച്ച് മുറ്റത്തേക്ക് ഇറങ്ങി. കൂടെ അബ്ദുറഹീമും ഉമ്മയും താത്തയും കാക്കയും അനിയനും എല്ലാവരും മുറ്റത്തേക്ക് ഇറങ്ങി. മുറ്റത്തേക്ക് ഇറങ്ങണ സമയത്ത് എന്താണ് ഉപ്പ ചൊല്ലുന്നത്? ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഉറക്കെ ചൊല്ലി. ആര്? ഉപ്പ. എല്ലാവരും യാത്രക്ക് ഇറങ്ങുകയാണല്ലോ. ഉമ്മ വാതിലടച്ചു പൂട്ടി, എല്ലാവരും മുറ്റത്തേക്ക് ഇറങ്ങി. ഇറങ്ങണ സമയത്താണ് ഉപ്പ ചൊല്ലുന്നത്. എന്താ ചൊല്ലുന്നത്? ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഉറക്കെ ചൊല്ലി എന്തിനാണ്? എല്ലാവരും കേട്ട് ചെല്ലാൻ വേണ്ടി. അപ്പോൾ അബ്ദുറഹീമും ഉമ്മയും കാക്കയും താത്തയും അനിയനും എല്ലാവരും ഒന്നിച്ച് ചൊല്ലി. എന്ത്?
ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഒന്ന് എല്ലാവരും ചൊല്ലി നോക്കൂ. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. എങ്ങനെ? ഉറക്കെ ചൊല്ല്. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നമുക്ക് സിയാറത്ത് ടൂർ പോകണ്ടേ? നമുക്ക് പോകണം. പല സ്ഥലങ്ങളിലും പോകണം അല്ലേ? പോകണ്ടേ? അബ്ദുറഹീമും ഉപ്പയും ഉമ്മയും താത്തയും കാക്കയും അനിയനും എല്ലാവരും യാത്രക്ക് പുറപ്പെട്ടു. ഇനി അവർ എവിടൊക്കെയാണ് പോകുന്നത്, എന്തൊക്കെ കാഴ്ചകളാണ് അവർ കാണുന്നത്, അതൊക്കെ നമുക്ക് പറയാനുണ്ട്. അവർ ഏർവാടിയിലെത്തുന്നതും നാഗൂറിൽ പോകുന്നതും തിരിച്ചു വരുമ്പോൾ അവർ മൃഗശാല കണ്ടതും പിന്നെ ബീച്ചിലേക്ക് പോയതും ഇതൊക്കെ നമുക്ക് വിശദീകരിക്കാനുണ്ട് ഇൻഷാ അല്ലാഹ്. അതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിലാവാം അല്ലേ? ഇപ്പോൾ ഇത് മതി. അബ്ദുറഹീമും ഉപ്പയും യാത്രക്കിറങ്ങി എവിടെ എത്തിയിട്ടുണ്ട്? മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. വാഹനത്തിൽ കയറിയോ? ഇല്ലല്ല, വാഹനത്തിൽ കയറിയിട്ടില്ല, മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടേ ഉള്ളേ. ഇനി അവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കണം. എന്താ? ഇപ്പം നമുക്ക് ഈ കിതാബ് ഒന്ന് വായിച്ചാലോ? എല്ലാവരും റെഡിയല്ലേ? തുറക്ക് കിതാബ്. അദ്ദർസു താസിഉ തവക്കൽതു അലല്ലാഹ്. കണ്ടില്ലേ എല്ലാവരും? 33-ാമത്തെ പേജ്. എല്ലാവരും കൈവെക്കണേ. ഉസ്താദ് വായിക്കുമ്പം കൈവച്ച് കേൾക്കണം. തവക്കൽതു അലല്ലാഹ്. അബ്ദുറഹീം നേരത്തെ ഉണർന്നു. കൈവെക്കണേ. എങ്ങോട്ടാണ് നോക്കുന്നത്? അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി തിരിഞ്ഞ് കളിക്കരുത്. ഇപ്പോൾ കിതാബിലേക്ക് തന്നെ നോക്കണം. സിയാറത്ത് യാത്രയുടെ ആവേശത്തിലായിരുന്നു അവൻ. വീട്ടുകാരെല്ലാം കുളിച്ചൊരുങ്ങി ദുആ ചെയ്തു. ഇടതുകാൽ വെച്ച് പുറത്തിറങ്ങി. ഉപ്പ പറഞ്ഞു, യാത്രക്കിറങ്ങുമ്പോൾ ഇടതുകാലാണ് വെക്കേണ്ടത്. ശുചിമുറിയിലേക്കും അങ്ങാടിയിലേക്കും ഇടതുകാൽ വെച്ച് തന്നെയാണ് കടക്കേണ്ടത്. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഉപ്പ ഉച്ചത്തിൽ പറഞ്ഞു. എല്ലാവരും ഏറ്റുചൊല്ലി വാതിൽ പൂട്ടി പുറത്തിറങ്ങി. കണ്ടോ? ഇത്രേ നമ്മൾ പറയുന്നുള്ളൂ. നന്നായി വായിച്ച് പഠിക്കാൻ വേണ്ടിയാണ് കുറച്ച് ഭാഗം മാത്രം എടുത്തത്. എല്ലാവരും ശ്രദ്ധിച്ചല്ലോ ഉസ്താദ് വായിച്ചപ്പോൾ? ഇനി ഉസ്താദ് ഒന്നുകൂടി വിശദീകരിക്കട്ടെ. കൈവെക്കണേ. ഇതിലെ വാക്കുകളൊക്കെ കണ്ടോ നിങ്ങൾ? വായിക്കാൻ കിട്ടുന്നില്ലേ? ഓരോ അക്ഷരങ്ങളും ഓരോ വാക്കുകളും എഴുതിയൊക്കെ നോക്കിയോ? നേരത്തെ, നേരത്തെ എന്നെങ്ങനെ എഴുതി നോക്കൂ നിങ്ങൾ. നേരത്തെ. നൂൻ്റെ മെയ്തെ ഒരു ചെറിയ ശരി അല്ലേ? നേരത്തെ. റാൻ്റെ താഴെ ഒരു പുള്ളി ഇട്ടപ്പല്ലേ രായത്? നേരത്തെ. ഇനി യാത്ര എന്ന് നോക്കൂ. യാത്ര എങ്ങനെ യാത്ര എഴുതിയേ? യാക്ക് ശേഷം ഒരു അലിഫുണ്ട്. എന്തിനാ അലിഫ്? യാ നീട്ടാൻ. അല്ലെങ്കിലോ യത്രായിപ്പോ. യാത്ര തിറ യാത്ര അല്ലേ? കുളിച്ചൊരുങ്ങി. കുളിച്ചൊരുങ്ങി. എത്ര പുള്ളിയുണ്ട്? താഴെയും ഒരു പുള്ളി മീതയും ഒരു പുള്ളി. കുളിച്ചോ. ചോ എങ്ങനെ എഴുതി നോക്കൂ? ചോ ചെറിയൊരു ശരി തിരിച്ചിട്ടു അല്ലേ? ലൊമ്മ് തിരിച്ചിട്ടു അല്ലേ? ലൊമ്മ് തിരിച്ചിട്ടാൽ ചോ. കുളിച്ചൊരുങ്ങി. ഇനി നോക്കൂ. പുറത്തിറങ്ങി എന്നെങ്ങനെ എഴുതുക? പൂ. എത്ര പുള്ളിയാണുള്ളത്? പൂനെത്ര പുള്ളി? 3 പുള്ളി. പുറത്തിറങ്ങി. ngി. എങ്ങനെ ഉണ്ടാക്കിയത്? ങ്ങാനെ ആയിൻ്റെ താഴെയും മീതയും പുള്ളി അല്ലേ? പുറത്തിറങ്ങി. പറഞ്ഞു. എങ്ങനെയാ പറഞ്ഞത്? പറഞ്ഞു. ചാൻ്റെ മീതെ ഒരു പുള്ളി, അപ്പം ഞായി അല്ലേ? പറഞ്ഞു. അങ്ങാടി. ഡി.
അങ്ങാടി. ഡി എങ്ങനെ? ആ ദാലിൻ്റെ താഴെ പുള്ളി, അങ്ങാടി. പിന്നെ ഉച്ചത്തിൽ, ഉച്ചത്തിൽ ച, ച, ചാൻ്റെ മീതെ ഒരു ശബ്ദുണ്ടല്ലേ? ആ 3 പുള്ളി താഴെയുണ്ട്, മീതെ ഒരു ശബ്ദമുണ്ട്. അപ്പോൾ ഉച്ച, ഉച്ചത്തിൽ. ഏറ്റു ചൊല്ലി, ഏറ്റു, ടു, റാൻ്റെ താഴെ ഒരു പുള്ളി, റാൻ്റെ മീതെ ഷദ്, ഏറ്റു. എങ്ങനെയാണ്? എ അലിഫിൻ്റെ മീതെ ചെറിയൊരു ശരി, ഏറ്റു ചൊല്ലി. പൂട്ടി, 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 പൂ എങ്ങനെ? പാൻ്റെ ശേഷം ഒരു വാവ് വേണം അല്ലേ? പൂവിൻ്റെ ശേഷം ഒരു വാവ് വേണം, അപ്പോൾ പൂ ആവുള്ളൂ. പിന്നെ ടി, ദാലിൻ്റെ താഴെയും ഒരു പുള്ളി, മീതെ ഷദ്ദും, അപ്പോൾ പൂട്ടി. എളുപ്പല്ലേ? അല്ലേ? ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ? ഇനി നോക്കൂ, ഉസ്താദ് ഒന്നുകൂടി വായിക്കണേ, ശ്രദ്ധിക്കണേ. തവക്കൽതു അലല്ലാഹ്, ഞാനെല്ലാം അള്ളാഹുവിൽ സമർപ്പിക്കുന്നു. അതിൻ്റെ അർത്ഥം അങ്ങനെയാണ്, എല്ലാം അള്ളാഹുവിൽ സമർപ്പിക്കാം. അബ്ദുറഹീം നേരത്തെ ഉണർന്നു. അബ്ദുറഹീമിൻ്റെ സ്വഭാവം എങ്ങനെയാണെന്ന് പറഞ്ഞല്ലോ നമ്മൾ, നേരത്തെ ഉണരും. നമ്മൾക്ക് എങ്ങനെ ആയിരിക്കണം? നേരം വൈകി ആരും ഉണരരുത്. നാളെ മുതൽ നേരത്തെ ഉണരാൻ തയ്യാറാണോ? ആണോ? എല്ലാവരും നാളെ നേരത്തെ ഉണരണം. നല്ല കുട്ടികൾ എങ്ങനെയാണ്? സുബിക്ക് ശേഷം വീണ്ടും ഉറങ്ങി, പിന്നെ ഉറങ്ങി, അങ്ങനെ 8 മണി വരെ 9 മണി വരെ ഉറങ്ങുന്ന കുട്ടികൾ നല്ല കുട്ടികളാ? അല്ലല്ല, നല്ല കുട്ടികളല്ല. നല്ല കുട്ടികൾ നേരത്തെ ഉണരും. എന്നിട്ടോ ഉറങ്ങിപ്പോകുന്നവരൊക്കെ വിളിച്ചുണർത്തും. അങ്ങനെ വേണ്ടത്. സിയാറത്ത് യാത്രയുടെ ആവേശത്തിലായിരുന്നു അവൻ. സിയാറത്ത് എന്ന് പറഞ്ഞാൽ, സിയാറത്ത് യാത്ര എന്ന് പറഞ്ഞാൽ മഖബറ സിയാറത്ത് ചെയ്യുക, മഹാന്മാരുടെ മക്കാമ് സിയാറത്ത് ചെയ്യുക. ഔലിയാക്കന്മാരില്ലേ, മഹാന്മാരായ ഔലിയാക്കൾ, അവരുടെയൊക്കെ മക്കാമുകൾ സന്ദർശിക്കുക, അതാണ് സിയാറത്ത് യാത്ര. വീട്ടുകാരെല്ലാം കുളിച്ചൊരുങ്ങി. അങ്ങനെയാണ്, എവിടെ പോവുകയാണെങ്കിലും എഴുന്നേറ്റ് കുളിക്കണം, നല്ല വൃത്തിയായി ഒരുങ്ങണം. കുളിച്ചാണ് ഒരുങ്ങേണ്ടത്, കുളിക്കാതെ ഒരുങ്ങരുത്. എന്നും കുളിക്കണം, രാവിലെ എഴുന്നേറ്റ് എന്നും കുളിക്കുക. എന്തൊരു ഉന്മേഷമായിരിക്കും. ദുആ ചെയ്തു. എന്തൊരു കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോൾ ദുആ ചെയ്യണം. അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടാണ് ഇറങ്ങേണ്ടത്. ഇടതുകാൽ വെച്ച് പുറത്തിറങ്ങി. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഏതു കാലാണ് വെക്കേണ്ടത്? ഇടത് കാല്. വീട്ടിൽ നിന്ന് പോകുമ്പോൾ ഇടത് കാലാണ് വെക്കേണ്ടത്. ഉപ്പ പറഞ്ഞു, യാത്രക്കിറങ്ങുമ്പോൾ ഇടതു കാലാണ് വെക്കേണ്ടത്. ഒരു യാത്രക്കിറങ്ങാണ് വീട്ടിൽ നിന്ന്, ഏത് കാലാണ് വെക്കേണ്ടത്? ഇടത് കാലാണ് ആദ്യം പുറത്തേക്ക് വെക്കേണ്ടത്. പിന്നെ അങ്ങനെ പോവാം. ശുചിമുറിയിലേക്കും അങ്ങാടിയിലേക്കും ഇടതുകാൽ വെച്ച് തന്നെയാണ് കടക്കേണ്ടത്. ശുചിമുറി എന്നാൽ എന്താണ്? ശുചിമുറി എന്നാൽ ബാത്റൂം, ടോയ്ലറ്റ് എന്നൊക്കെ പറയുന്നത്, അതിന് ശുചിമുറി എന്നാണ് പറയാം. അവിടേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ ആദ്യം ഏത് കാല് വെക്കണം? ഇടത് കാല് വെക്കണം. ചെയ്യല്ലോ, ശ്രദ്ധിക്കൂലേ? ഇനി മുതൽ ബാത്റൂമിലേക്ക് കയറുമ്പോൾ ആദ്യം ഏത് കാല് വെക്കണം? ഇടത് കാല് വെക്കണം. അങ്ങാടിയിലേക്കും അങ്ങനെയാണ്. അങ്ങാടിയിലേക്ക് പോവുകയാണെങ്കിൽ ഏത് കാലാണ് അങ്ങാടിയിലേക്ക് കയറുമ്പോൾ വെക്കേണ്ടത്? ഇടത് കാല്. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഉപ്പ ഉച്ചത്തിൽ പറഞ്ഞു. വീട്ടിൽ നിന്ന് ഇറങ്ങല്ലേ യാത്രക്ക്, ഉപ്പ ഉച്ചത്തിൽ എന്താ ചൊല്ലിയത്? ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്ത് ചൊല്ലണം? ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് ചൊല്ലണം. മറക്കുമോ? അത് കാണാതെ പഠിച്ചൂടെ? ഒരു വരിയല്ലേ ഉള്ളൂ, പഠിക്കോ ആ ദിക്റ്? എല്ലാവരും പഠിക്കണേ. എന്നിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒക്കെ അത് ചൊല്ലണം. നമ്മൾ ഉമ്മാൻ്റെ അവിടെ പോവുകയാണെങ്കിലും ഉപ്പാൻ്റെ അവിടെ പോവുകയാണെങ്കിലും നമ്മൾ എങ്ങോട്ട് പോകാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും എന്ത് ചൊല്ലുക? ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് ചൊല്ലണം. റെഡിയാണോ? തയ്യാറാണോ? ഓക്കെ. ഉപ്പ ഉച്ചത്തിൽ പറഞ്ഞു. എല്ലാവരും ഏറ്റുചൊല്ലി.
ഉപ്പ ചൊല്ലിയത് എല്ലാവരും കൂടെ ചൊല്ലി. അതെന്തിനാണ്? അങ്ങനെയല്ലേ ദിക്റ് ചൊല്ലുക. ഒരാൾ ചൊല്ലുമ്പോൾ അത് കേട്ട് എല്ലാവരും ചൊല്ലണം. അപ്പോൾ എല്ലാവർക്കും അള്ളാഹിൻ്റെ അടുത്ത് കൂലി കിട്ടും, സ്വർഗ്ഗം കിട്ടും. വാതിൽ പൂട്ടി പുറത്തിറങ്ങി. പോകുമ്പോൾ വാതിൽ പൂട്ടാൻ മറക്കരുത്. വാതിൽ തുറന്നിട്ട് പോയാലോ പൂച്ച കയറും, നായ കയറും, കള്ളൻ കയറും, വേറെ ആരൊക്കെ കയറും ഇല്ലേ? നമ്മൾ സിയാറത്തും വിരുന്ന് പോക്കും എല്ലാം കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തിയാലോ വീട് തുറന്നിട്ടാ പോയെങ്കിൽ വീട്ടിലൊരു സാധനം ഉണ്ടാവില്ല, എല്ലാം എടുത്ത് ആരോ പോയി ഉണ്ടാവും. വീട് പൂട്ടി ഭദ്രമാക്കിയിട്ടേ നമ്മൾ എങ്ങോട്ടും പോകാവൂ. അപ്പം നമ്മൾ സിയാറത്ത് യാത്രയ്ക്ക് മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടാളൂ കേട്ടോ. ഇനി നമുക്ക് വാഹനത്തിൽ കയറണം, എന്നിട്ട് യാത്ര തുടരണം. പിന്നെ ഏർവാടിയിൽ പോകണം, നാഗൂരിലെത്തണം, ബീച്ചിൽ പോകണം, മൃഗശാല കാണണം. എന്തൊക്കെ കാണാനുണ്ട്. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ. ഈ പാഠഭാഗം നന്നായി വായിക്കണം. ആരൊന്ന് വായിക്കാം? ഇത് ആരാ ഇപ്പം ഒന്ന് വായിക്കാം? വായിച്ചോ. തവക്കൽതു അലല്ലാഹ്. അബ്ദുറഹീം നേരത്തെ ഉണർന്നു. സിയാറത്ത് യാത്രയുടെ ആവേശത്തിലായിരുന്നു അവൻ. വീട്ടുകാരെല്ലാം കുളിച്ചൊരുങ്ങി ദുആ ചെയ്തു ഇടതുകാൽ വെച്ച് പുറത്തിറങ്ങി. ഉപ്പ പറഞ്ഞു, യാത്രക്കിറങ്ങുമ്പോൾ ഇടതുകാലാണ് വെക്കേണ്ടത്. ശുചിമുറിയിലേക്കും അങ്ങാടിയിലേക്കും ഇടത് കാൽ വെച്ച് തന്നെയാണ് കടക്കേണ്ടത്. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവ്വത ഇല്ലാ ബില്ലാഹ്. ഉപ്പ ഉച്ചത്തിൽ പറഞ്ഞു. എല്ലാവരും ഏറ്റു ചൊല്ലി. വാതിൽ പൂട്ടി പുറത്തിറങ്ങി. നന്നായിട്ടുണ്ടല്ലേ, ഉഷാറായിട്ടുണ്ട്. ഇങ്ങനെ എല്ലാവരും വായിക്കണം. എല്ലാവരും വായിച്ചിട്ട് ഉസ്താദിനെ കേൾപ്പിക്കണം. റെഡിയാണല്ലോ? അല്ലാഹു തആല നമുക്ക് നല്ല ഇൽമു തരട്ടെ. നമ്മെ അല്ലാഹു നല്ല മക്കളിൽ പെടുത്തട്ടെ. ബുദ്ധിയും ഓർമ്മശക്തിയും അദബും എല്ലാ ഹൈറുകളും അല്ലാഹു നമുക്ക് വർദ്ധിപ്പിച്ചു തരട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലൈക യാ റസൂലല്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലൈക യാ ഹബീബല്ലാഹ്. തവസ്സൽനാ ബിബിസ്മില്ലാഹ് وبالهادي رسول الله وكل مجاهد لله وأهل البدر يا الله. إلهي سلم الأمة من الآفات والنقمة ومن هم ومن غمة بأهل البدر يا الله. صلاة الله سلام الله عليك يا رسول الله. صلاة الله سلام الله عليك يا حبيب الله.